അസ്സലാമലൈക്കും, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് വളരെയധികം പ്രത്യേകതയുണ്ട് കേട്ടോ. സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വ്യക്തി ആരാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമൊന്നുമില്ല. ബസ്സിൽ ലൈംഗികാതിക്രമം നടത്തിയെന്ന് പറഞ്ഞ് ഷിംജിത എന്ന് പറയുന്ന ഒരു വ്ളോഗർ വീഡിയോ പങ്കുവച്ചിരുന്നു. ശേഷം ആണ് ഈ ദീപക് എന്ന് പറയുന്ന പാവം മനുഷ്യൻ ആത്മഹത്യ ചെയ്തത്. ആ വീട്ടുകാർക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു അത്താണിയാണ് ദീപക്. അതാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. ഈ വീഡിയോ വൈറലായപ്പോൾ ദീപകിൻ്റെ സുഹൃത്തുക്കളുമായി ദീപക് അങ്ങനെ ഒരു തെറ്റ് താൻ ചെയ്തിട്ടില്ലെന്നും പറഞ്ഞ് സംസാരവും എല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്തോ വീഡിയോ വൈറലായപ്പോൾ അദ്ദേഹത്തിന് അത് സഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അത് നമുക്കാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ. നമ്മൾ ചെയ്യാത്ത ഒരു തെറ്റിന് നമ്മളെ മറ്റുള്ളവർ പഴിചാരുമ്പോൾ നമുക്കത് സഹിക്കാൻ കഴിയില്ലല്ലോ. അതുതന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. അങ്ങനെ ദീപകിൻ്റെ കുടുംബക്കാർ എല്ലാവരും ചേർന്ന് പോലീസിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു. അങ്ങനെ ഒരുപാട് നാടകത്തിനൊടുവിൽ ഷിംജിതയെ അറസ്റ്റ് ചെയ്ത് അവരുടെ ഫോൺ പരിശോധിച്ചപ്പോഴാണ് ഒരു വീഡിയോസ് അല്ല, ഒന്നിലധികം 7 വീഡിയോസ് തന്നെ ഷിംജിത എടുത്തു വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലായത്. ആ വീഡിയോ കണ്ടാൽ നമുക്ക് തന്നെ അറിയാം, ഇതിൽ അസ്വാഭാവികമായിട്ട് യാതൊന്നും തന്നെ കാണാൻ നമുക്ക് കഴിയില്ല. റീച്ചിനു വേണ്ടി ഇതുപോലുള്ള തോന്നിവാസങ്ങൾ കാട്ടിക്കൂട്ടുമ്പോൾ യഥാർത്ഥത്തിൽ തെറ്റ് ചെയ്യുന്നവരാണ് ഇതിൽ നിന്നും രക്ഷപ്പെടുന്നത്. ആ പാവം മനുഷ്യനെ റീച്ചിനു വേണ്ടി ഇല്ലാതാക്കിയതാണെങ്കിൽ അതിനുള്ള തക്കതായ ശിക്ഷ അവർക്ക് ലഭിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്താ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾക്കും ഇതേ അഭിപ്രായമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായും ഈ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങളുടെ അഭിപ്രായവും നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ അവരധികം പേരും ശിക്ഷിക്കപ്പെടുന്നില്ല. റീച്ചിനു വേണ്ടി ഒരു പാവ മനുഷ്യനെയാണ് അവൾ കുരുതി കൊടുത്തത്. ഇന്നത്തെ തലമുറ എങ്ങോട്ടാണ് പോകുന്നതെന്ന് യാതൊരു നിശ്ചയവുമില്ല. വല്ലാത്ത ഒരു അവസ്ഥ തന്നെ. എല്ലാം സഹിക്കുവാനും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള മനക്കട്ടി ആ അമ്മയ്ക്ക് ദൈവം നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. റീച്ചിനു വേണ്ടി ഓരോന്ന് ചെയ്തു കൂട്ടുമ്പോൾ മറുഭാഗത്ത് മറ്റൊരു കുടുംബമുണ്ടെന്നുള്ളത് എല്ലാവരും ഓർക്കുന്നത് നല്ലതാണ്. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എന്നാൽ ഇന്നത്തെ കാലത്ത് ഇതൊന്നും തന്നെ ഇല്ല താനും. മാത്രമല്ല ഒരുപാട് നിരപരാധികൾ ആണ് ഇന്നത്തെ കാലത്ത് ശിക്ഷിക്കപ്പെടുന്നത്. നമ്മുടെ ഈ തലമുറയുടെ പോക്ക് ഇതെങ്ങോട്ടാണെന്ന് യാതൊരു നിശ്ചയവുമില്ല. ഇതുപോലെ ഒട്ടനവധി പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അമ്മ മകനെ കൊല്ലുന്നു, അച്ഛൻ മക്കളെ കൊല്ലുന്നു, അതുപോലെ തന്നെ മക്കൾ അമ്മയെ വെട്ടിക്കൊല്ലുന്നു, പിഞ്ചു കുഞ്ഞിനെ അമ്മ വലിച്ചെറിയുന്നു. അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ. കേട്ടിട്ട് തന്നെ പേടിയാവുന്നു. നമ്മുടെ ഈ സമൂഹത്തിൽ എന്ത് തെറ്റ് ചെയ്താലും അതിന് വലിയ ശിക്ഷയൊന്നുമില്ല എന്ന് ചെയ്യുന്നവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവർക്ക് യാതൊരു മടിയും ഇതിന് ഇല്ല. സൗദി അറേബ്യയിലെ പോലെ ചെയ്യുന്ന തെറ്റുകൾക്ക് തക്കതായ ശിക്ഷ നൽകണം. അപ്പോൾ മാത്രമേ നമ്മുടെ ഈ സമൂഹത്തിലും ഇതുപോലുള്ള തെറ്റുകളിൽ നിന്നും ആളുകൾ വിട്ടുനിൽക്കുകയുള്ളൂ. അവർക്കറിയാം, ഏറിപ്പോയാൽ കുറച്ച് ദിവസം ജയിലിൽ കിടക്കേണ്ടി വരും. പിന്നെ ജാമ്യം കിട്ടി അവർ പുറത്തിറങ്ങി പഴയതുപോലെ കൂസലില്ലാതെ അവർ നടക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരും ചെയ്യുന്ന തെറ്റുകൾക്ക് അതിൻ്റേതായ ശിക്ഷ അവർക്ക് ലഭിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഈ സമൂഹം വിജയിക്കുകയുള്ളൂ. അതുപോലെ തക്കതായ ശിക്ഷ ലഭിക്കുന്നത് കൊണ്ട് കുറ്റകൃത്യങ്ങൾ കുറയുകയും ചെയ്യും.
എന്താ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ തീർച്ചയായും അറിയിക്കണം. ഈ ഒരു പിക്ക് സെലക്ട് ചെയ്തപ്പോൾ വല്ലാത്തൊരു വിഷമം ഉണ്ടായിരുന്നു. കൂടെ ഇത് വരച്ചു തീർക്കാൻ കഴിയുമോ എന്നൊരു തോന്നലും മനസ്സിൽ വന്നു. ദീപക്കേട്ടനെ ഞാൻ വരച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും കമൻറ്റ് ചെയ്യണേ. പിന്നെ കമൻറ്റ് ചെയ്യുന്നതിനോടൊപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ദീപക്കേട്ടൻ്റെ സ്റ്റോറി പറഞ്ഞുകൊണ്ടിരുന്ന ടൈമിൽ തന്നെ ചിത്രം കംപ്ലീറ്റ് ആയത് അറിഞ്ഞതേയില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പിക്ചർ ഏകദേശം കംപ്ലീറ്റ് ആവാറായി. അങ്ങനെ ചിത്രം കംപ്ലീറ്റ് ആയി. ഫൈനൽ റിസൾട്ട് ഇതാണ്. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണേ. ഓക്കെ, അസ്സലാമു അലൈക്കും.